നേരത്തെ പറഞ്ഞത് ഓക്കെ ഓക്കെ എന്താ പഠിക്കുന്നത്? തെറിയൊന്നും പഠിച്ചില്ല. Launch stage പോയി. So we are standing like this, okay? People are almost 180 degree completely. So Mammootty sir is here, I am here, and like if I turn this side, I'm like, got it sir. Thank you sir. ആ മുകളിലേക്ക് എത്തി. നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്നതാണ്. വിശ്വാസം ഇന്നും കൂടെ ഉണ്ടാകും. അതെന്റെ കയ്യിലിരിപ്പ് പോലിരിക്കും. അല്ല അത്രയും നമുക്കാർക്ക് Update. Update about പടം കണ്ട് തീരും. അതെ, unexpected അല്ലേ? കുറേ character. ഇപ്പൊ പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ആണ്. ഇത്രയും എനർജി സിനിമയോടുള്ള എപ്പോഴും ഇത്രയും പാഷൻ അതൊക്കെ ഞങ്ങളെ നമ്മളെന്ത് നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. സുഖല്ലേ? സുഖം. സുഖം. ഒരു ഉഷാറില്ലല്ലോ. പേടിക്കുന്നതേ ടെർബോ സിനിമയ്ക്ക് വേണ്ടിയാ ഒരു ഉഷാറായിട്ടൊക്കെ ഇരുന്നേ. ഉറക്ക ക്ഷീണത്തിന്റെ റാഗിങ് തുടങ്ങിയല്ലേ? നിങ്ങൾ റാഗിങ് തുടങ്ങി. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. എനിക്ക് മമ്മൂക്ക പ്രതീക്ഷ ഇപ്പൊ തന്നു. ദുബായിലെ ലോഞ്ചിന് വലിയ പ്രതീക്ഷ എനിക്ക് തന്നു. പക്ഷേ ഇത് പറഞ്ഞിട്ട് മമ്മൂക്ക പത്രസമയത്ത് എന്നോട് ചോദിച്ചു, നീ എന്തിനാ എത്ര പ്രതീക്ഷ കൊടുത്തു എന്നോട് ചോദിക്കുന്നു. ഉറപ്പാണ്. എങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായി. ഞങ്ങളെ മമ്മൂക്കാനെ ഇടിച്ച സിനിമയില് ഇല്ല മമ്മൂക്ക I cannot touch Mammootty sir. ക്യാരക്ടർ വേണ്ടി ചെറുതായിട്ട് ചെറുതായിട്ട് തൊട്ടിട്ടില്ല. ഇങ്ങനെ പോയിട്ട് വന്നു. പക്ഷെ ഗംഭീരമാണ് പ്രധാനം. താങ്ക് യു so much. നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കാണ് നമ്മളിത് കണ്ടു കഴിഞ്ഞപ്പോൾ. കുറച്ച് ട്രെയിലറും ടീസറും കണ്ടു കഴിഞ്ഞപ്പോൾ ഗംഭീരമായിട്ട് നമ്മൾ കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ സിനിമയ്ക്ക് ഒരുമിച്ചിരുന്നിട്ട് പോയത്. പക്ഷെ അന്ന് നമ്മൾ ഈ സിനിമയുടെ കാര്യങ്ങളൊന്നും സംസാരിക്കുക പോലും ചെയ്തില്ല. പക്ഷെ നമ്മളിത് അറിഞ്ഞ് താങ്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം, നിങ്ങളെപ്പോലെ ഒരു ആക്ടർ വരുന്നു എന്ന് പറഞ്ഞപ്പം ഭയങ്കരമായിട്ട് പ്രതീക്ഷ ഞങ്ങൾക്ക് വീണ്ടും തരുവാണ് കേട്ടോ. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? ഇതൊരു എന്റർടൈനർ ആണ്. സോ ഐ റിയലി തിങ്ക് പ്രതീക്ഷ കുറച്ചും കൂടി കുറവാക്കിയാൽ നമുക്ക് നല്ലത്. പക്ഷേ വി ഹാവ് ഡൺ അവർ ബെസ്റ്റ് ടു ഡെലിവർ എ എന്റർടൈനർ. ഈ പടം ഒരു എന്റർടൈനർ ആണ്. സോ വി നീഡ് ടു തിങ്ക് ഇൻ ദാറ്റ് ആസ്പെക്ട്. പക്ഷേ അതിക്ക് വേണുള്ള സെറ്റ് പീസസ്, സ്റ്റൺസ് അതെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് പീപ്പിൾ നീഡ് ടു എക്സ്പെക്ട് എ ഗുഡ് എന്റർടൈനർ ഫ്രം ദിസ് ഫിലിം. തീർച്ചയായിട്ടും ഉറപ്പായിരിക്കും. എന്തായാലും ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോൾ, മമ്മൂക്കയുടെ കൂടെയാണ് എന്ന് വിളിച്ചപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? അത് ഫസ്റ്റ് എനിക്ക് വൈശാഖ് സർ വന്നു നെറേഷൻക്ക് വേണ്ടി. അപ്പോൾ ഞാൻ നെറേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്ക് ഓക്കെ ഇതിൽ എല്ലാം ഓക്കെ. ആക്ടർ ആരെല്ലാം ഉണ്ട്? ഓക്കെ മമ്മൂട്ടി സർ ഉണ്ട്, ഓക്കെ ഫൈൻ. സുനിൽ ഉണ്ട്, സുനിൽ നല്ല ആക്ടർ. കബീർ സിംഗ് ഉണ്ട്. ഓക്കെ ഐ തോട്ട് ലൈക്ക് they will play the big main villain. So I'm like, okay, what is my role? അപ്പോൾ വെട്രിവേൽ. But I was very happy. എന്താ വെച്ചാൽ ആങ്ക് അത് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ അതൊരു ചെറിയ ഡൗട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആണ് എൻ്റെ ഡയറക്ടർ എനിക്ക് ഐ വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഹൗ ഹി ഹാസ് കൺസീവ്ഡ് ദിസ് ഓർ പെർസീവ്ഡ് ദിസ് ക്യാരക്ടർ ആൻഡ് ഹൗ മിഥുൻ ഹാഡ് റിട്ടൺ ദിസ് ക്യാരക്ടർ. I trusted them. Like, whatever people say now, I don't think I deserve the credit. The credit should go to the director and the writer and also the production house to make the character look that big. If I get down from the helicopter, it doesn't look that massive. Only when the character gets down. That character has written by somebody else. I don't think if people make me a big thing out of it, I wouldn't agree. അത് എൻ്റെ ക്രെഡിറ്റ് അല്ല, അത് പ്രൊഡക്ഷൻ ഹൗസിന്റെ പിന്നെ ഡയറക്ടറുടെ പിന്നെ റൈറ്ററുടെ ക്രെഡിറ്റ് ആണ്. വിഷ്ണു ആൻഡ് കോസ്റ്റ്യൂമർ മെൽവിൻ എല്ലാവരും കൂടിയിട്ട് അത് ആക്ച്വലി ക്യാരക്ടർ കയറി പോയി. തീർച്ചയായിട്ടും എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമത്തിൽ വിരിയുന്ന ഒരു സിനിമയ്ക്കാണ്. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും വലിയ വിജയം. താങ്കൾ അങ്ങനെ പറയുമ്പോൾ അതൊരു വിജയം അല്ല, ആ കൂട്ടായ്മയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കൊരു സംതൃപ്തി കിട്ടുമല്ലോ. അങ്ങനെയല്ല, ടീം വർക്ക്. അതെ,
നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും നടക്കില്ല. ഒന്നും നടക്കില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു നമ്മുടെ ഐഫോണിൽ ഒരു സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ പറ്റും, പക്ഷേ ആ ഒരു ഡൈനാമിക്സ് കിട്ടില്ല, ആ ഒരു പവർ കിട്ടില്ല. പിന്നെ ക്രിസ്റ്റോയുടെ മ്യൂസിക് എല്ലാം വേണം. അത് ഐ തിങ്ക് ദിസ് ഇസ് എ ടീം വർക്ക്. ലൈക്ക് വാട്ട് എവർ യു സീ ദാറ്റ് ക്യാരക്ടർ ആസ് വെട്രിവേൽ ഓർ സംബഡി, ആക്ച്വലി ഈവൻ മമ്മൂട്ടി സർ ഡിഡ് ദാറ്റ് ക്യാരക്ടർ. He should agree as a star for somebody who is not known in the industry to get down from a helicopter. I don't think, like, if he didn't agree, I don't think the character would have been visible. മമ്മൂക്ക എന്താണ് പറഞ്ഞത്? I don't speak much because I'm very scared. പക്ഷെ എന്റെ ഫസ്റ്റ് സീൻ അവരുടെ അടുത്ത്, അവരുടെ കൂടെ ഒരു ഫസ്റ്റ് സീൻ എനിക്ക് ഉണ്ടായിരുന്നു. ഈ പടത്തിൽ എന്റെ ക്യാരക്ടർ തമിഴ് ആൻഡ് ഓൾസോ ഹി സ്പീക്സ് മലയാളം, കുറച്ചും കൂടി ഇംഗ്ലീഷ്. അപ്പോൾ എനിക്ക് തമിഴ് ഒരു വാക്ക് പോലെ അറിയില്ല. മലയാളം എനിക്ക് മനസ്സിലാവും, പക്ഷെ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഡയലോഗെല്ലാം പഠിച്ചു. വലിയ ഒരു മോണോലോഗാണ് ഫസ്റ്റ് സീൻ മമ്മൂട്ടി സാറിന് മുമ്പ്. കംപ്ലീറ്റ് തമിഴെല്ലാം പഠിച്ചു, സെറ്റിക്ക് പോയി. അപ്പൊ ലാസ്റ്റ് മൊമെന്റ് ഡയറക്ടർ പറഞ്ഞു, ഇത് നമുക്ക് മലയാളം ചെയ്യും. ഞാൻ എന്താ ചെയ്യും ഫസ്റ്റ് സീൻ. ഇപ്പൊ മമ്മൂട്ടി സാർ ഇവിടെ ഉണ്ട്. മമ്മൂട്ടി സാർ ഒരു he doesn't have one dialogue in that scene. He's just sitting and staring at me. I need to scare him. I'm already scared. പക്ഷേ അപ്പൊ അവർ എനിക്ക് സപ്പോർട്ട് ചെയ്തു. So he told, like, how to tell that dialogue, how to, because, and I got a great teacher in Mammootty sir in first scene. That was my happiness. But fortunately, like because everybody supported, I could actually do that. ഒത്തിരി ഡയലോഗും ഉണ്ടല്ലോ, കുറേ ഡയലോഗും ഉണ്ടല്ലോ, നിങ്ങളുകൊണ്ടുള്ള കോമ്പിനേഷൻ കുറേ ഡയലോഗ് ഉണ്ടല്ലോ. അതിൽ മമ്മൂക്ക കൃത്യമായിട്ട് കൂടെ നിന്ന്, നമ്മളൊരു ടീച്ചറായി നിന്ന് തന്നെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അഭിനയിക്കാൻ ഒന്നും കൂടെ ഒരു ധൈര്യം വരുവാണ്. അതെ പേടിയോ പേടിയുണ്ട്. പിന്നെ വലിയ ടീച്ചറിനെങ്കിൽ പേടിയല്ലേ? ടീച്ചർക്ക് എല്ലാം അറിയും. അതെ, ടീച്ചർ ഈസ് നോട്ട് എ ടീച്ചർ, ഈസ് എ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പളാണ്. ഓക്കെ സാർ, പ്രിൻസിപ്പൽ നോക്കിയാൽ മതി. എനിക്ക് അറിയോ, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാണാം. എന്തായാലും നല്ലൊരു സിനിമ അല്ലേ? നമ്മൾ ഒത്തിരി നാളുകളായി കാത്തിരുന്നത്. ഇന്നലെ ഏത് പ്രസ് മീറ്റ് വന്നാലും മമ്മൂക്കയോട് ചോദിക്കുന്നത് ടർബോ എന്തായി എന്ന് ചോദിക്കാം. നമുക്കൊരു വെയിറ്റ് ചെയ്യാം, വരും എന്നാണ് മമ്മൂക്ക പറയുന്നത്. ഇപ്പൊ വളരെയധികം സന്തോഷമില്ല. ദുബായിലൊക്കെ പോയി ലോഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. അതിന്റെ ക്ഷീണമൊക്കെ മൊത്തം ഉണ്ട്. എനിക്ക് തോന്നുന്നു വൈശാഖ് അതാ പുള്ളി പറഞ്ഞ പോലെ തന്നെ കോമ്പിനേഷൻ. വൈശാഖ് സാർ ഡയറക്ട് ചെയ്ത് മിഥുൻ മാനുവൽ തോമസ് എഴുതുന്ന പറഞ്ഞാൽ അത് തന്നെ ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ്. പിന്നെ അതിൽ മമ്മൂക്ക, രാജ്വി ഷെട്ടി, സുനിൽ, ഇത്രയും ആർട്ടിസ്റ്റ്, ദിലീപ് പോത്തൻ സാർ, ബിന്ദു ചേച്ചി, കുറെ പേര് വരുമ്പോൾ അതൊരു നല്ലൊരു നല്ലൊരു അവിയൽ കഴിച്ച ഒരു ഫീലിംഗ് വരുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ട്രെയിലറിന്റെ റെസ്പോൺസ് ഞാൻ നേരിട്ട് കണ്ടതാണ് അവിടെ. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലും കുറച്ചുകൂടെ ഹൈപ്പ് കൂടുന്നു, കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് കൂടുന്നു, പക്ഷെ അതുപോലെ തന്നെ പേടിയും കൂടുന്നു. നല്ലൊരു ഇതിലാണ്. പക്ഷെ ട്രെയിലറിന്റെ റെസ്പോൺസ് അടിപൊളിയായാലും എല്ലാവർക്കും. അതെ, തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ഇനി സിനിമ കാണുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കുറേ സീനുകൾ ഉണ്ട് അല്ലേ? മമ്മൂക്കാടെ ആയിട്ട് കോമ്പിനേഷൻ ആയിട്ടുണ്ട്, അദ്ദേഹമായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു, ഇപ്പൊ നേരത്തെ പറഞ്ഞ മമ്മൂക്കാട് മുമ്പിലേക്കുമ്പോൾ ഒരു ഭയപ്പാടും ഇതൊക്കെ ഉണ്ടല്ലോ. അതെങ്ങനെയായിരുന്നു ആദ്യം സീൻ ചെയ്യുമ്പോൾ? ഫസ്റ്റ് ഡേ പുള്ളിയെ കണ്ടപ്പോൾ പുള്ളി ജസ്റ്റ് സെറ്റ് പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ. അപ്പോൾ പുള്ളി സെറ്റ് വിസിറ്റ് ചെയ്തു, എല്ലാവരും കാണാൻ, എല്ലാവരും മീറ്റ് ചെയ്യാൻ വിസിറ്റ് ചെയ്തു. അപ്പൊ തന്നെ ഞങ്ങളൊരു സ്റ്റാർ സ്ട്രക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ബൊക്കെ ഇത്ര നല്ല സ്ക്രീനിൽ കണ്ട ഒരാളെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു ഇത്. പക്ഷെ ആസ് ഷെട്ടി സെറ്റ് സീൻസിലോട്ട് വരുമ്പോൾ പുള്ളി കംഫർട്ടബിൾ ആക്കും, നമ്മളെ എല്ലാ ആക്ടേഴ്സിനെ കംഫർട്ടബിൾ ആക്കും. പക്ഷെ എന്നാലും ഒരു പ്രിൻസിപ്പളിന്റെ മുമ്പിൽ, ഒരു ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ട്. പക്ഷെ അഭിനയിക്കാൻ സീൻസിലോട്ട് പോയപ്പോൾ ഇറ്റ് ബിക്കേം ഈസി. അല്ല, ഈ പറഞ്ഞ പോലെ ഈ കഥ കേൾക്കുന്നു, സംവിധായകനാണ്, മമ്മൂക്കാണ് അഭിനയിക്കുന്നത്. അതിലേക്ക് വിളിക്കുമ്പം നമ്മൾ പ്രതീക്ഷിക്കും, നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചോ, വിളിച്ച ആദ്യത്തെ കോളിൽ തന്നെ നമ്മൾ ഉറച്ചിരുന്നോ ഇത് എനിക്ക് തന്നെയാണ്. അല്ല, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു കോള് വരുന്നു, ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്, മമ്മൂക്കയാണ് ലീഡ്, വൈശാഖ് സാർ ഡയറക്ടറിന് സംസാരിക്കൂ എന്ന് പറയുവാണ്. അപ്പോൾ സംസാരിക്കുന്നു. അപ്പോൾ ആരാ എഴുതുന്നത്? മിഥുൻ ചേട്ടനാണ് എഴുതിയത്, വൈശാഖ് സാറാണ് സംവിധാനം ചെയ്തത്. ആൻഡ് വൈശാഖ് സാർ ഇസ് വെരി ഓപ്പൺ. എന്ത് ക്വസ്റ്റ്യൻസ്, കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ സോണിലൊന്നും ഉള്ള ഒരു സാധനമല്ല, ഒരു ഇത്രയും ബിഗ് ബഡ്ജറ്റ് ഒരു സിനിമ. അപ്പോൾ വൈശാഖ് സാർ സംസാരിക്കുന്നു, എന്ത് ചോദ്യങ്ങൾ, ഞാൻ ചിലപ്പോൾ കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ എല്ലാ ചോദ്യത്തിനും ഈ പുള്ളി ആൻസർ ചെയ്യുന്നു. ക്ഷമയുടെ കഥാപാത്രത്തിനെ പറ്റി പറയുന്നു, സിനിമയെ പറ്റി പറയുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ യെസ് ഓക്കെ, നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം പുള്ളിയാണല്ലോ ഗൈഡ് ചെയ്യുന്നത്, ഡയറക്ടർ ആണല്ലോ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. അപ്പോൾ തന്നെ യെസ് ആണ്.
ഓക്കെ. അതെ, ആ. എന്താണ് ആ എല്ലാം കേട്ടെങ്കിൽ ഇരിക്കുവാണല്ലേ? പുള്ളിക്ക് കുറെ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ട് മമ്മൂട്ടിയുടെ കൂടെ. ഉറപ്പല്ലേ? നമുക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടറും ആ, കൂടെയാണ്. പിന്നെ നമുക്ക് അതിനെ കുറിച്ചൊക്കെ പറയാറുമുണ്ട്. വളരെ സന്തോഷത്തിലിരിക്കണം. പിന്നെ? ഒന്ന് ഇറങ്ങിയാ മതി സിനിമ അല്ലേ? ഉറക്കം പോയി. ട്രെയിലറും കൂടെ കണ്ടപ്പോ ഉറക്കം പോയി. ഉറക്കം കൂടെ പോയി. കുറച്ചുകൂടെ പേടിയല്ലേ? പറയൂ, കാര്യങ്ങൾ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. നമ്മുടെ എക്സ്പീരിയൻസ് മമ്മൂക്കാടെ കൂടെ ഒക്കെ നിന്നിട്ടുള്ള സാധനങ്ങളും എക്സ്പീരിയൻസ് പറയാം. ഇപ്പം ഞാൻ ബസ്സൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ പടം രണ്ടാമത്തെ പടം. ആ ബസ്സുക്കായിന്ന് മാറി മമ്മൂക്കാടത്തേക്ക് ഒരു വേറെ ഇതാലോ. അതില് ഒരുപാട് സീൻ ഇല്ലെങ്കിൽ പക്ഷെ ഇതില് കുറച്ചുകൂടെ അടുത്തുള്ള സീൻ തന്നെയാണ്. അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ പ്രിൻസിപ്പലിനെ എപ്പോഴും കണ്ടാലും നമുക്ക് പേടിയാണ്. എൻ്റെ അടുത്ത് ആഷിഖ് പറയായിരുന്നു, നിനക്കിതൊരു പേടി മാറിയില്ലേ, പേടി മാറില്ല. അപ്പം അടുത്ത് ചെന്നിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പേടി അറിയത്തുള്ളൂ നമുക്ക് അടുത്തേക്ക്. പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ഇത്രയും കുറച്ച് നാളെന്നാല് ബിഗ് സ്ക്രീനിൽ കണ്ടൊരു വ്യക്തിയായിട്ട് അടുത്തിരുന്ന് അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഇതല്ലല്ലോ. അപ്പം അതിൻ്റെതായ പേടി ടെൻഷൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം അല്ല, ബസൂക്കയെന്ന് ഇതിലേക്ക് മമ്മൂക്ക തന്നെ പറയുവാണ്. വേണമെന്ന് പറയുമ്പോൾ മമ്മൂക്കാക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആയതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും പറയുന്നത്. ആ ഒരു അപ്പം നമുക്ക് എന്തുമാത്രം ഈ സിനിമയ്ക്ക് എത്രമാത്രം നമ്മളിൽ നിന്ന് കഴിവ് കൊടുക്കണമെന്ന് നമ്മളും കൂടെ ആലോചിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വീണ്ടും എന്നെ സിനിമയിലേക്ക് വിളിക്കുവാണ്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായി അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടില്ലേ? അങ്ങനെ പറ്റുന്ന രീതിയിൽ ലാലേട്ടനോട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ വരുന്നത് അതാണ്. പക്ഷെ ആള് സിമ്പിൾ. തരുമൂർത്തിയുടെ ലാലേട്ടനും ശോഭനയും ഒന്നിക്കുന്ന സിനിമയില് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യണത്. അവിടെ നിന്നാണ് ലൊക്കേഷൻ വരുന്നത്. ഓ, ചെറുതാണെങ്കിൽ നല്ല സാധനമല്ലേ കിട്ടിയിരിക്കുന്നത്. ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ കഥ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ എല്ലാ മേഖലയും നല്ലൊരു ആക്ടറാണ്. പുള്ളിയുടെ ഒരു വരവ് തന്നെ അങ്ങനെ അറിയിച്ചുകൊണ്ട് വന്നു. പിന്നെ അതിന് ഒരു സിനിമയിൽ നിന്നും പിന്നെ അടുത്ത സിനിമയിലേക്ക് ലൊക്കേഷനിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അത് മനസ്സ് നല്ലതായതുകൊണ്ടാണ്, ആളുകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതെ, നേരത്തെ പറഞ്ഞത് എന്താണെന്ന് പ്രിപ്പയർ ചെയ്തു. പേടിക്കണ്ട, ഇന്റർവ്യൂ കംഫർട്ട് അയാൾ മതി. ഇന്റർവ്യൂ എല്ലാവർക്കും ഇപ്പൊ എനിക്കും എല്ലാവർക്കും കുറച്ചും കൂടി ഒരു പേടിയല്ലേ. ഇപ്പൊ എന്റെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. അങ്ങനെ അവനക്കും ചെറുതായിട്ട് ഒരു ഹൗ ടു ആൻസർ അത് ഇത്. സോ അതെല്ലാം. സോ വി സ്പോക്ക് ലൈക്ക് first question then like you will become now he's become complex. See now you the hand complex. അതിനു മുമ്പ് ആക്ച്വലി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ വന്നാ എന്തുകൊണ്ട് ചോദിച്ചു ആ മൂഡിലേക്ക് എത്തി പോരട്ടല്ലേ. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും ചോദിക്കുന്നില്ല. നമ്മുടെ മമ്മൂക്കാട് അവിടെ നല്ല രീതിക്ക് പിടിച്ചു നിർത്തണില്ല കേട്ടോ. ഇദ്ദേഹത്തിന് നേരത്തെ അറിയായിരുന്നു? ഇല്ല. അത് പറയാം, കഥ കേട്ടെ. ഞാനിപ്പോഴാണ് ഞാൻ ഡോറ് പറഞ്ഞ എൻ്റെ അടുത്ത് റൂമിലോട്ട് വരാൻ പറഞ്ഞു. ഡോറ് പറഞ്ഞപ്പോഴത്തേക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കുക. ഇപ്പോഴാണ് കാണുന്നത്. ആ കഥ ഭയങ്കരമായിരിക്കും. ഡോറ് നോക്കിയപ്പോ ആളിരിക്കും. ഞാനങ്ങ് പേടിച്ച് ഫോൺ ചെയ്തോണ്ടിരിക്കുക. അപ്പം ഞാൻ അടുത്ത് അപ്പൊ ഷിബ്രോന്റെ അടുത്ത് വട ഇരിക്കുന്ന ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് കളഞ്ഞു. സിനിമയിൽ കണ്ട വില്ലനൊന്നും വലുത് പച്ചയായ മനുഷ്യൻ, വളരെ സിമ്പിള്. ഇന്നാണ് കാണുന്നത്. എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മലയാളമൊക്കെ ചോദിച്ചു. എന്താ പഠിപ്പിച്ചത്? തെറിയൊന്നും പഠിപ്പിച്ചില്ല. നമ്മുടെ പഠിപ്പിച്ചു. സംശയമുള്ള പറഞ്ഞു കേട്ടു. ഏത് സംശയം ചോദിച്ചു? ഇല്ല, കോൺവെർസേഷൻ ഏതായെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ മലയാളം ഒക്കെ മലയാളം ഒക്കെ ഇത് മതി. അവൻ എനിക്ക് കോൺഫിഡൻസ് തന്നു, ഞാൻ അവനക്ക് രണ്ടു പേർക്കും കോൺഫിഡൻസ് ഇല്ല. ഏത് ചോദ്യങ്ങൾ പോകുന്നുണ്ട്. നമ്മള് ദുബായ് വരെ അവിടെ വരെ പോയോണ്ട് അല്ല ഈ ദിവസം ഓക്കെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞങ്ങൾ അവിടെ FM റേഡിയോയിലൊക്കെ സംസാരിച്ചോണ്ട് ലോഞ്ച് അല്ല, അത് ഇവിടെ ബാക്കിലായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ലോഞ്ച് ലോഞ്ചിൽ സ്റ്റേജിൽ പോയി. So we are standing like this, okay? People are almost 180 degree completely. So Mammootty sir is here, I am here, and like if I turn this side, people are like, go this side. Thank you so much. എല്ലാവർക്കും മമ്മൂക്കയെ
then I go back. Then I go back. Then like after like somebody call like I come ready. അഞ്ജന നിൽക്കുന്നതുകൊണ്ട് ഏറ്റവും ഭാഗ്യപ്പെട്ട് ഇങ്ങനെ ഒരു തല മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചിലർ 180 ഡിഗ്രി മമ്മൂക്കെ കാണണ്ടേ, കാരണം ഇപ്പോഴത്തെ എല്ലാവരും ഉണ്ട്, നമ്മള് വ്യൂ ബ്ലോക്ക് ചെയ്ത മമ്മൂക്ക എല്ലാരും വിളിച്ച് പിന്നെ മമ്മൂക്ക വിളിക്കും, ഫ്രണ്ടിൽ പോയി സംസാരിക്കും. അതിന്റെ മുമ്പ് ആക്ച്വലി ഞങ്ങളുടെ എൻട്രി ഞങ്ങൾ ഫസ്റ്റ് വന്നു, മമ്മൂക്കയ്ക്ക് ആൾക്കാരെല്ലാം കൈയടി, ആൾക്കാർ പേടിച്ചു. മമ്മൂട്ടി സാർ വന്നു, you go front because the moment we go they don't see Mammootty, they like ഫസ്റ്റ് ഭയങ്കര ചീറായിരുന്നു ഞങ്ങളെ കണ്ടപ്പോ, മമ്മൂക്കയല്ലേ. പിന്നെയാണ് മമ്മൂക്ക വന്നത്. ലാസ്റ്റാണല്ലോ നമുക്ക് അവരോട് ചേട്ടൻ ഞാൻ അല്ല, പക്ഷെ മിഥുൻ ചേട്ടനെ കൈയ്യടി നല്ലപോലെ. ഞങ്ങൾ ഇങ്ങനെ ബാക്കിലിങ്ങനെ വന്നു. ഇതാരാ അല്ല അറിയാം, ആളുകൾക്ക് അറിയാതെ Fans ഉണ്ട് പിന്നെ, അയ്യോ fans, എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ തിരിച്ചറിയാത്ത സിനിമാ മേഖലയിൽ ആരെങ്കിലും ഉണ്ട്? പ്രേക്ഷകരുണ്ട്. വയറ് നിറഞ്ഞോന്ന്. അങ്ങനെയാണ് വൈകുന്നേരം ഒരു ബിരിയാണി എനിക്ക് ആയിക്കോട്ടെ. അത് കുറിച്ചിടുക. എന്തായാലും ഈ പറഞ്ഞ പോലെ നല്ലൊരു സബ്ജക്റ്റ് ആണ് അല്ലേ. നമ്മൾ മമ്മൂക്കാടെ ഒത്തിരി ആക്ഷൻ പടങ്ങൾ കണ്ടു, ഒത്തിരി പടങ്ങൾ ഞാനൊക്കെ കണ്ടു വളർന്നതാണ്. ഈ പ്രായത്തിൽ അങ്ങനെ ഇവിടെ പറയല്ലോ, ഈ പ്രായത്തിലും ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു എനർജിയിലുള്ള ഫൈറ്റ്. ഞാൻ ഇതിൻ്റെ ഫൈറ്റ് മാഷുമായിട്ട് സംസാരിച്ചപ്പോൾ വേറൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു തരണം, മമ്മൂക്ക അതിപ്പം പറയണം വേണ്ട, ഇനി തോൽറാവും, എന്നാലും പ്രശ്നമല്ല, എനിക്ക് ആകെ പറയാതിരിക്കാനും പറ്റുന്നില്ല. എന്നാൽ മമ്മൂക്ക അന്ന് വീട് കടന്നു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എഴുന്നേറ്റ് ഇത് മമ്മൂക്ക ട്രീറ്റ്മെൻറ്റ് ചെയ്തോട്ടെ, മമ്മൂക്ക വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അതെ കറക്റ്റല്ലേ പറഞ്ഞത്? കറക്റ്റായിട്ടുള്ളൊരു ഫൈറ്റിലാണ് പറയുന്നത്. അത് മമ്മൂക്കൊക്കെ പറ്റുള്ളൂ. പുള്ളി ഭയങ്കര എനർജി ആയിട്ട് ചെയ്തു തന്നെയാണ് എല്ലാ ആക്ഷനും. പിന്നെ ബോഡി ലാംഗ്വേജ്, ഈ ക്യാരക്ടറുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഫൈറ്റ് മാത്രമല്ല, അത് ബോഡി ലാംഗ്വേജ്, അത് അവർക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ okay, even with my character, okay, I can use dupe when I can't do something, that is fine, absolutely, but when I can do, I think if I do, that will add a lot of value to the cinema. And Mammootty sir knows, like we always think like, you know, one normal frame, Mammootty sir comes and gives the expression, and I'm like, how is this frame looking so good? Just because of an expression of an artist. And he does not, every shot he gives the every energy, shoot, like you know, every shot the energy is there, like, and he's always in the character. I think he has put a lot of effort for this film, physically and like, you know, complete as a producer as well, like, you know, to make this film as good as an entertainer as possible. He has done his best. ഓരോ നോട്ടവും ഓരോ സംസാര രീതിയും മമ്മൂക്കാടെ ഈ സിനിമയിൽ നമ്മളിപ്പോൾ കുറച്ച് ഡയലോഗ് ഉണ്ട്, അത് നമ്മുടെ നമുക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്ന രീതിക്ക് ലാസ്റ്റ് അതിനകത്ത് വീട്ടിലിരുന്ന് പറയുന്ന ആ ഡയലോഗൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എവിടെയൊക്കെ ഒരു കഥയിൽ ടെസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നുള്ളൊരു പ്രതീക്ഷ എന്നുകൊണ്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെയൊക്കെ ഈ സബ്ജക്റ്റിൽ ഉണ്ടല്ലോ അല്ലേ. പിന്നെ കുറെ അൺഎക്സ്പെക്ടഡ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, എന്താണെന്നുള്ളത് പടം കണ്ട് അതെ, അൺഎക്സ്പെക്ടഡ് അല്ലേ, കുറെ ഇപ്പൊ പറഞ്ഞാൽ എക്സ്പെക്ടഡ് സസ്പെൻസ് തീർച്ചയായി. പക്ഷെ വേറൊരു കേസ്, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു സീൻ കാണുന്നുള്ളൂ, ഇദ്ദേഹത്തെ നോക്കാൻ പറയുന്ന ഒരു സീൻ, ഡയലോഗ് പറയുമ്പോൾ ഒരു നോട്ടമുണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ ഗംഭീരമാണല്ലോ. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഒരു സാധനം. അല്ല അത് പക്ഷേ പടം കാണും, അവിടെ പടം കണ്ടിട്ട് അതെന്താന്നുള്ളത് തീരുമാനിച്ചത് ഞാൻ പറയില്ല, അത് ഇവിടെയും പറയില്ല, അത് വളരെ ഇവിടെ പറയാൻ തുടങ്ങിയ പിടിച്ച് ഇവിടെ ഇപ്പൊ ഞാനുണ്ട്, മിഥുന് ഭാര്യ മിഥുൻ ഇപ്പൊ ഞാനില്ല, ഒക്കെ നീ അഡ്ജസ്റ്റ് ചെയ്തു. അല്ല ഞാൻ പറഞ്ഞത് അത് നമുക്ക് പ്രതീക്ഷ കൂടുതൽ തരുന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങനെയാണ്, കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്, ശരിക്കും ഒരു മൾട്ടി സ്റ്റാർ ഫിലിം തന്നെ. കുറെ കഥാപാത്രങ്ങളുണ്ട്, കുറെ പേരുണ്ട്. അപ്പൊ ഈ കഥയിൽ ഇവരൊക്കെ എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, കഥയും പല സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പടം കാണാം അതിന്, എങ്ങനെ ഈ കഥ വരുന്നു, എങ്ങനെ ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ എങ്ങനെ അറിയാം, ഞാനിങ്ങനെ മമ്മൂട്ടിയെ മീറ്റ് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു, എങ്ങനെ വെട്രിവേലിനെ മീറ്റ് ചെയ്യുന്നു, അതൊക്കെ അതെ. പക്ഷേ മിഥുമാനുള്ള സ്ക്രിപ്റ്റ് ജീവനുള്ള സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ വെരി ഗുഡാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിന് ജീവനുണ്ട്, പറയുന്ന കാമ്പുള്ള കഥകളെ പുള്ളി പറഞ്ഞു വെച്ചിട്ടില്ല ഇന്ന് വരെ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വീണത്. അത് മമ്മൂക്കായ ഇവരും ഒന്നിക്കുന്നു പറയുമ്പോൾ പ്രതീക്ഷ വേറെ, പിന്നെ വയ്ക്കാൻ കൊണ്ടു, പിന്നെ പറയാനുണ്ടോ. അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പോയിന്റ്. അങ്ങനെ നിൽക്കുകയാണ്. ഇനി തിയേറ്ററിൽ പോയിട്ട് തീരുമാനിക്കണം. ഒരേ കഥാപാത്രങ്ങളൊന്നും ചേഞ്ച് വരുന്നുണ്ട്. താങ്കൾക്ക് ഒരേ കഥാപാത്രം മലയാളത്തിലാണ്, മറ്റു ഭാഷയിലാണ്, ഒരേ ചേഞ്ച് വരുന്നത്. അതെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്?
I think this role, Vetrivel, I haven't done anything of this sort at all. ആള് കാണുമ്പോൾ ഒരു അൺകെപ്റ്റ് ലുക്കാണ്, പക്ഷെ വളരെ സ്റ്റൈലിഷ്, കയ്യിലൊരു ബീഡിയുണ്ട്, ബട്ട് ഹി കംസ് ഫ്രം എ ഹെലികോപ്റ്റർ. That imbalance adds a beauty to the whole screen and the freshness. I think when you do that, I didn't break my brains for this character at all. I'm all like, director, please tell me, like, what do you need? Because I need to know what you need. When I really think that Vaishak is one of the best director I have worked with. There is no doubt in it because the clarity he had. പിന്നെ ഒരു ഫ്രീഡം ഉണ്ട് ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, ഒരു വലിയ ഫ്രീഡം ഉണ്ട്, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. Because he is such a good judge. So even if you fail somewhere, even if you do mistake, he will guide you to the right thing. And even if you ask a right question, he's not an egoistic person who will actually make you suppress your voice. Bhayangara open and very film loving person. I really enjoyed this character, this film, and working with him and working with Mammootty sir and torturing her. Like, I loved it. I keep on harassing her, like, I keep on taunting her. I enjoyed on screen it. കഥാപാത്രം അത് തന്നെയല്ലേ? Yeah, same. Comedy ഉണ്ടെന്നല്ലോ. Yeah, but this I don't take payment. എന്താണ് ഈ ഒരു കോസ്റ്റ്യൂം എപ്പോഴും ഉപയോഗിക്കുന്നത്? ഇത് ഈസി അല്ലേ, അതുകൊണ്ട് മാത്രം. പിന്നെ എൻ്റെ I think this is comfortable and this is where I am from. എൻ്റെ ഒരു കോസ്റ്റൽ ഡിസ്ട്രിക്റ്റ് ആണ്, കേരളത്തെ പോലെ ഒരു പ്ലേസ് മംഗളൂരു, അവിടുത്തെ കോസ്റ്റ്യൂമാണ്. സോ ഐ റിയലി ലവ് ദിസ് ഡ്രസ്. ആൻഡ് നമുക്ക് വല്ലതും ചോദിച്ചു കോസ്റ്റ്യൂം? ഇല്ല ഇപ്പൊ ഒരു കാര്യം. സോ ഫസ്റ്റ് ഡേ ഞാൻ ഒരു ഗ്രീൻ ഷർട്ട്, ഐ വോർ എ ഗ്രീൻ ഷർട്ട് ആൻഡ് ഗ്രീൻ മുണ്ട്. സോ സാറിന്റെ കാരവനിൽ പോയി, സർ നമസ്തേ, ഇത് കോസ്റ്റ്യൂമാണ്, ഇത് എന്റെ കോസ്റ്റ്യൂം. Because Vetrivel is also like, in black mundu and black shirt. So he really thought, this is also costume. I said, this is the costume. Already Kadavatra, come as a Yeah. I came from the home itself. I was ready. അല്ല, അതാ ഞാൻ ചോദിച്ചത്, നമുക്ക് ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നമുക്കവിടെ കോസ്റ്റ്യൂങ്ങൾ നമുക്ക് പുതിയാവുന്നു. അയ്യോ എന്താ കോസ്റ്റ്യൂം, എനിക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് I can't do that. Like, I don't even know where my pant is, where my shirt is. It's like, almost like, oh, this looks nice. I can compliment, but I cannot carry the look. നമുക്കവിടെ ചോദിച്ചിട്ടുണ്ടോ? നമുക്കവിടെ കോസ്റ്റ്യൂമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? One arm distance. With costume, I'm like, sir, this looks nice. Thank you. I like, okay, thank you. Okay. അത്രേ ഉള്ളൂ. പക്ഷേ ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നല്ലോ അല്ലേ? നമുക്ക് ഒരു പ്രൊഡ്യൂസറാണ്, ഒരു ആക്ടറാണ്, നമ്മളെല്ലാം സ്നേഹിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് നിങ്ങളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ സംസാരിക്കും, ആ ഒരു രസമുള്ള മൂഡുകളല്ലായിരുന്നു ലൊക്കേഷനിൽ. അങ്ങനെ ഒരു സംഭവം ഓർത്തെടുക്കാൻ പറ്റില്ല. അല്ല, മമ്മൂക്കയുള്ളപ്പോ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ആണ്, സ്റ്റോറീസ്, കഥകൾ പറയുന്നുണ്ടോ പഴയ, അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഞങ്ങള് വർത്താനവും ബഹളമൊന്നും ഇല്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. മമ്മൂക്ക എന്തെങ്കിലും പറയുന്നുണ്ടോ, പഴയ കഥകളോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ മമ്മൂക്ക കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഇവിടെ ബഹളവും കോമഡിയും അതും ഇതൊക്കെയാണ്. അപ്പൊ സബ് ട്രാക്ക് വരും, നെക്സ്റ്റ് ട്രാക്ക് വരും, മെയിൻ ലെയർ വേറെ. മമ്മൂക്ക ഉള്ളപ്പോ പ്രിൻസിപ്പൽ എന്ത് പറയുന്നു, പുള്ളിയുടെ സ്റ്റോറീസോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതോ അത് കേട്ടു, അത് തന്നെ രസമാണ്. First actually I was with her and we were sitting, there was fight scene or something. So he started speaking about Kannada industry. 1986 ആ ആക്ടർ നാഷണൽ അവാർഡ് ജയിച്ചു. ആരാത്? Kannada actor 1986 ലാണ്. പുള്ളിക്ക് അവാർഡ് കിട്ടുന്നു. I am like, my memory is so bad. I'm like thinking like, I know good about Kannada cinema, there is no doubt, but he knows great. That's the problem. And I'm thinking, sir, I gave one name. No, that is not the name. Like, no sir, he's only. Like, no, he's not, I'm sure. Like, then I Google, he's not. Then again I give another name. No, he's not. Like, then I remembered and told, yeah, this is the name. Like, and then again he asked a question. I said, sir, എനിക്കിപ്പോ ഒരു കൗണ്ട് ബനേഗ കരോഡ്പതിയുടെ സെറ്റ് പോലെ തോന്നി. മൂന്ന് ഓപ്ഷൻ തരാൻ പറ്റും. Because he knows so much. And like, I feel as if like, I don't know anything. So I want to run. അല്ല, അത്രയും നമുക്കാർക്ക് Updated. ഇപ്പോഴും Updated about everything. ഏത് കാര്യങ്ങളും അറിയും.
നമ്മളൊക്കെ എന്താവും നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന സമയത്ത് നമ്മളിരിക്കണം. ശരിയാണോ? അല്ല ഇവൻ ഏജ് അതാ ഏജിന്റെ കാര്യം പറയുമ്പോൾ അതെ നമുക്ക് എപ്പോഴും ചെറുപ്പമല്ലേ? അതെ ഈ ഏജിൽ ഈ ഇത്രയും എനർജി സിനിമയോടുള്ള എപ്പോഴും ഇത്രയും പാഷൻ അവർക്ക് ഞങ്ങളെ ഈ പ്രായത്തിൽ നമ്മളെന്തായിരിക്കും എന്നുള്ളൊരു അല്ല നമുക്ക് ഏത് പ്രസ് മീറ്റിലും എനർജിയെ കുറിച്ച് ഞാനിപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അഭിനയത്തിന്റെ പ്രാന്താണ് നമുക്ക്. അതെ അതങ്ങനെ പറയുന്നത് നമുക്ക് പറയണമെങ്കിൽ ഇനിയും കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഏതൊക്കെ കഥാപാത്രങ്ങൾ ചെയ്യണം ഇനിയും ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നതിന് പുള്ളി റെഡിയാണ്. തീർച്ചയായിട്ടും ഡിമാൻഡ് ചെയ്യൂന്നാണ് പുള്ളി പറയുന്നത്. എത്രയോ ആളുകൾക്ക് അവസരങ്ങൾ, എത്രയോ പുതുമുഖ സംവിധായകർക്ക് അവസരം കിട്ടുന്ന വ്യക്തിയാണ്. അതൊക്കെ ഒരു ധൈര്യമല്ലേ മമ്മൂക്കാട് ധൈര്യം. ഇതിലെ കഥാപാത്രത്തിന്റെ പേര് പറയാൻ കുഴപ്പമുണ്ടാവും. പേരുണ്ട് പറയാൻ കുഴപ്പമില്ല. പേരുണ്ട്. ഇന്ദുലേഖയുടെ ഒരു പെർഫോമൻസ് കണ്ട് തീരുമാനിച്ചാൽ മതി, ഒന്നും പറയണ്ട. അല്ല ഇതെന്താ പറഞ്ഞാൽ ടർബോയില് മമ്മൂക്കയാണ് പ്രിൻസിപ്പൾ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പെർഫോമൻസ് മമ്മൂക്കയുടെ കോമ്പിനേഷൻ എങ്ങനെ ഇരിക്കുന്ന ഉള്ളതാണ് അല്ലെ. മമ്മൂക്കയുടെ ഓപ്പോസിറ്റിൽ ഞങ്ങളൊക്കെ എങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം. കഥ കേട്ട് കഴിഞ്ഞപ്പം നേരത്തെ ഞാൻ ചോദിച്ച കഥ കേട്ട് കഴിഞ്ഞപ്പം നമ്മൾ തന്നെ ഈ കഥാപാത്രം ചെയ്യാനുള്ള ഒരു ധൈര്യം വരാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നോ പറഞ്ഞാൽ ഞാൻ പിന്നെ ഇത്ര നാള് വെയിറ്റ് ചെയ്ത് മേഖല അല്ല അങ്ങനെയല്ല. അത്ഭുതവിളക്കും കഴിഞ്ഞ് ഓഫ്കോഴ്സ് നമ്മൾ കുറെ കഥകൾ കേൾക്കുന്നു. നമ്മളൊരു വേർതി പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഫാക്ടേഴ്സ് വരുന്ന ഒരു പ്രോജക്റ്റില് ഒരു ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയാലും മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ ഇത്രയും ആർട്ടിസ്റ്റ് വരുന്നു. ആർട്ടിസ്റ്റിന്റെ മാത്രമല്ല, നമ്മളൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ മാത്രമല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇത്രയും ഈ ഇങ്ങനെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ആക്ഷൻ ഉണ്ട്, നേരത്തെ പറഞ്ഞ എന്റർടൈൻ ആക്ഷൻ ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്, കുറെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അവരുടെ 5th പ്രോജക്ട്. അപ്പൊ അതിന് ഞാൻ നോ പറയേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെയല്ല പറയുന്നല്ല. ഇത് നമ്മൾ തന്നെ വേണമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇത് ഞാൻ തന്നെ ചെയ്താൽ എന്നുള്ളൊരു മനസ്സിൽ എനിക്ക് പറ്റുമോ അങ്ങനെ ഒരു ചിന്താഗതി വന്നതാ. വേണ്ടാന്ന് വെക്കാനല്ല പറഞ്ഞു, അങ്ങനെ ഒരു ചിന്താഗതി വന്നിരുന്നു. പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ? അല്ല പക്ഷെ ഞാൻ അങ്ങനത്തെ ഡൗട്ട്സ് വൈശാഖ് സാറിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് പോയി. ഒരാളുണ്ടെന്ന് മനസ്സിലായി. അതാണ് ഞാൻ ചോദിച്ചത്. അത് ഫസ്റ്റ് ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞാൽ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോ അയ്യോ നമ്മൾ ശരിയാവോ, അല്ലെങ്കിൽ പ്രസൻസ് ശരിയാവോ, കുറച്ചെങ്കിലും ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ വൈശാഖ് സാറിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഡൗട്ട്സ് പോയി. കാരണം പുള്ളി ഗൈഡ് ചെയ്യാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എവിടെ മീറ്റർ പിടിക്കണം, കൂട്ടണോ കുറയ്ക്കണോ എന്താ വാട്ടെവർ ഇറ്റ് ഈസ്, he was ready to answer. ആ പേടി മാറി. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ മമ്മൂക്കാട് സിനിമയിൽ അഭിനയിക്കാന്ന് വെച്ചാൽ പാസിംഗ് ഷോട്ടിന് വേണ്ടി കാത്തിരിക്കും ആളുകൾ അല്ലേ? അങ്ങനല്ലേ? പിന്നെ എത്രയോ പേര് കാത്തിരിക്കുന്നു. ആ ഒരു കമ്പനിയുടെ പാസിംഗ് ഷോട്ട് കിട്ടിയാൽ മമ്മൂക്കാടെ പുറകെ നടന്നൊരു സീൻ കിട്ടിയാൽ എന്ന് കൊതിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ടോ അല്ലേ? പിന്നെ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് സീൻ കിട്ടാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് ഷോട്ടിന്. അപ്പം അങ്ങനെ നമുക്ക് അടുത്ത് ഒരു സീൻ കിട്ടുമ്പോഴത്തേക്ക് അത് എങ്ങനെ വേണേലും നമ്മൾ ചെയ്യുക, നമ്മളെ മികച്ചതാക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ലാലേട്ടൻ്റെ കൂടെയായി. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ, തേടി വന്ന ഭാഗ്യമല്ലേ അല്ലേ? തീർച്ചയായും നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. എങ്ങനെ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. അതല്ലേ? ആ വിശ്വാസം എന്നും കൂടെ ഉണ്ടാകട്ടെ. അതെന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ എത്ര നാളായി കാണുന്നത്. അന്നും ഈ എളിമയുണ്ട്, ഇന്നും ഈ എളിമയുണ്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കും, ദൂരം കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ലേ? എനിക്ക് അതുകൊണ്ട് കലോത്സവത്തിന് വരെ നമ്മൾ കണ്ടല്ലേ? കൊല്ലം കലോത്സവത്തിനും ഇങ്ങനെ കലോത്സവം കാണാൻ വന്ന് നമ്മുടെ സ്റ്റേജിൽ വന്നൊരു പാട്ടൊക്കെ പാടി നല്ല ഗായകനാണ്. കേട്ടിട്ടില്ല ഇതുവരെ? എന്നൊരു പാട്ട് പാടിയിട്ട് പോയെന്ന് പറയാം. അത് പാട്ട് കാണണം. ഇതുവരെ കേട്ടിട്ടില്ല ഒരു പാട്ട്. ഇല്ല ഇത് മൂന്നായിട്ട് പാട്ട് പാടുന്നുണ്ടോ? എവിടെ താളം ഗംഭീരമായിരിക്കും. റെഡിയാ? നീ റെഡി നീങ്ങി മാത്രം. അച്യുതൻ കൊച്ചു മൂകിൽ വർണ്ണൻ ദേവകി തന്റെ കൊച്ചു കൃഷ്ണൻ ഉണ്ണി വിറന്നേ തിത്താരതും ആരിയേരിയേരിയാരിതിരിരാരോ ആരിയേരിയേരിയാരിതിരിരാരാ എന്നോമലെ പൊന്നുണ്ണി കൃഷ്ണ
കാർമുകിൽ വർണ്ണ നന്ദന മുകുന്ദ പാഹിമ തിത്താരത് മൃദേ എന്നോമലെ പൊന്നുണ്ണി കൃഷ്ണ കാർമുകിൽ വർണ്ണ നന്ദന മുകുന്ദ പാഹിമ തിത്താരത് മൃദേ ആരിയരിയരിയാരിതിരിരാരോ ആരിയരിയരിയാരിതിരിരാരാ. Nice. എങ്ങനെയുണ്ട്? Very nice. It's very rooted. It's so beautiful. ഇവിടെ താളം പിടിക്കാൻ വേണ്ടി ഞാൻ താഴെ ഇരിക്കുന്നത് ഞാൻ ഇത് ഇതല്ലേ. അതിന്റെ ഒരു When I started, I wanted to. Then I knew that like, I will actually ruin this song. വേണ്ട. നശിപ്പിക്കരുതേ. അങ്ങനെ ഒരു സാധനം ഇവിടെ കിട്ടിയില്ല എന്നുള്ളതാണ്. അതെ അതെ. പല ലൊക്കേഷനിലും ഇങ്ങനെ നല്ല പാട്ടുകൾ പാടി. Nice. Good bro. നാടൻ പാട്ടല്ലേ? നാടൻ പാട്ടിന്റെ ഒരു Nice. വലിയ കലയാണ് നാടൻ പാട്ട്. ഉമ്മ, പിന്നെന്തുള്ള ടാലന്റ് എന്നെപ്പോലത്തെ തലയത്. അത്രേ ഉള്ളൂ അത്രേ ഉള്ള. എന്തായാലും നല്ലൊരു വേഷത്തിലാണ് വീണ്ടും മമ്മൂക്കാടോട് വരുന്നത്. ഈ പറഞ്ഞ കുറെ കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷനിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മമ്മൂക്ക എന്താണ് പറഞ്ഞത്? മമ്മൂക്ക അവിടെ വെച്ച് പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് രണ്ടാമത്തെ ഒരു സിനിമയാണ്. മമ്മൂക്ക എന്താണ് പറഞ്ഞത്? നമുക്ക് സീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് പറഞ്ഞ പോലെ അവിടെ നിന്ന് മാറുക, എസ്കേപ്പ് ആവില്ല, പിന്നെ അവിടെ നിൽക്കുന്നില്ല. അപ്പൊ ഓക്കെ ആകുമ്പോ അവിടെ പറയില്ല, ആശ്വാസം. മമ്മൂക്ക എന്തായാലും സംസാരിക്കുമല്ലോ. അപ്പം ആ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ അടുത്ത് ഒരു സീനിലൊരു ചെറിയൊരു സാധനം എൻ്റെ ഇച്ചിരി സ്പീഡ് കൂടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ അത് അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്താൽ ഓക്കെ. പിന്നെ നമ്മൾ പോകുമ്പോഴെല്ലാം പറയുന്നുണ്ടായിരുന്നു, നീ അത് പറ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. പതുക്കെ ചെയ്താൽ മതി, സമാനിച്ച് ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. കാരണം അറിയാം എല്ലാവരും നമുക്കൊന്ന് മമ്മൂക്കായിക്കൊണ്ട് പെട്ടെന്ന് തീർക്കണം നമ്മൾ ഓർക്കുന്നത്. നമുക്ക് അതിനേക്കാൾ ടെൻഷനാണ്. റിലാക്സ് ആയി ചെയ്താൽ മതി, പതുക്കെ ഡയലോഗ് പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെയാണ്. നമുക്ക് മമ്മൂക്കായിക്കൊണ്ട് പെട്ടെന്ന് ഡയലോഗ് പെട്ടെന്ന് പോകാൻ തീർക്കണം, പെട്ടെന്ന് അങ്ങനെയാണ്. അപ്പോഴാണ് മമ്മൂക്കാനത് പതുക്കെ ചെയ്താൽ മതി പറയുന്നത്. ഈ ഇപ്പം ലാലേട്ടൻ സിനിമയിലാണല്ലോ, ലാലേട്ടൻ സിനിമയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനി പോകുന്നത് ആ ലൊക്കേഷനിലേക്ക് തന്നെ അല്ലേ? ഷൈനികത്തിൻ്റെ ഒരു പടം കോഴിക്കോട്, മൂന്നാമത്തെ ലൊക്കേഷനിലാണ്. ഗുഡ് ഇതാണ് ഗുഡ് ബ്രോ. ഹാപ്പി. ഇങ്ങനെയാകണം, നല്ലതല്ലേ ഇങ്ങനെയാകുന്ന കലാകാരന്മാർ. അതെ. അതുകൊണ്ടാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന, ഡയറക്ടർ ഇഷ്ടപ്പെടുന്നു, പ്രൊഡ്യൂസർ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ ഡിമാൻഡിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊരു കലാകാരനാണ്. അതല്ലേ? അങ്ങനെയല്ലേ? അദ്ദേഹത്തില് ഇവിടെ ഇപ്പം മലയാളത്തിൽ ഇനി തുടങ്ങുവാണ് ഞങ്ങള്, അല്ലേ? മലയാളത്തിൽ വെൽക്കം ടു മലയാള സിനിമ കൂടെ പറഞ്ഞു. അറിയില്ല. ഇപ്പോ ഇതിനു ശേഷം എനിക്ക് എൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അത് കുറച്ചും കൂടി ടൈം എടുക്കും. അങ്ങനെ ഇപ്പോ അല്ല നമ്മുടെ വെബ് സീരീസ് കുറച്ച് ടൈം എടുക്കും. That's the reason, like, I'm not able to act for few, 1 year or 1.5 year. I'm not able to act. I would miss that, but I definitely do. പുള്ളി നടൻ മാത്രമല്ലല്ലോ, റൈറ്റർ, ഡയറക്ടർ Director ആണല്ലോ. എല്ലാ മേഖലയിലും കുറച്ച് അങ്ങോട്ട് പോകും, ഡയറക്ട് ചെയ്യും, റൈറ്റ് ചെയ്യും, പിന്നെ തിരിച്ചിങ്ങോട്ട് വരും. എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, പ്രൊഡ്യൂസറും കൂടിയാണ്. എല്ലാ മേഖലയും കൈവച്ച ഒരാളാണല്ലോ. പുള്ളി 1 by 1 ആണ്. നമുക്കിത് മാത്രമേ ഉള്ളൂ. പ്രൊഫഷണൽ സിംഗർ ആണ്. ആര്? But it sounds so good. പുള്ളിക്ക് ആക്ടിങ്, ഞാനും പ്രൊഫഷണൽ ഒന്നുമല്ല. Just started doing and everything started coming. തള്ളിനോടൊപ്പം നമ്മൾ അതെ അതെ. എവിടെ വന്നു ഞാൻ? എനിക്കത് അറിയില്ലായിരുന്നു. മലയാള സിനിമ വരെ വന്നു. അതെ. ഒരു വില്ലൻ റോളാണ് കുറെ വില്ലൻ റോളുകൾ ചെയ്തിട്ടുണ്ട്. വില്ലൻ റോളുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതിനൊന്നും വ്യത്യസ്തമായ ഒരു വില്ലൻ റോളാണ്. അപ്പം അത്തരം ഒരു റോള് ചെയ്യുമ്പോൾ മലയാളത്തിൽ വന്നിട്ട് പെട്ടെന്നൊരു വില്ലൻ റോള് മമ്മൂക്കാടൊപ്പം ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചോ? എപ്പോഴും ആക്ച്വലി I believe in one saying, you always need to think like a lawyer of your character. He's not a wrong person to the lawyer. You need to defend him. So you need to defend him in front of the people. I really think like, Vetravelu is my hero when I do the role. That's all. When I do the role, he is my hero. I need to make him look good. I need to make him look the very best because he believes in what he believes, and I don't have any problem with that. And this character was written, and I told he gets down from helicopter and smokes a bidi. It's a very weird way to conceive a character. But why does he do that? He has a psychology that's weird. We need to find the right psychology of the character, and
I have the same madness like Vetrivel, but maybe I'm not courageous enough to show that. But cinema actually frees us to show that for a certain amount of time and makes us better beings because of it. I think I really believe negative characters affect the performer positively in life. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കൊന്ന് ഏത് ക്യാരക്ടറും ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. താങ്കൾ ചെയ്തു വെച്ച പല സിനിമകൾ വെച്ച് ഒരു സിനിമയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയാൻ പറ്റും? ക്യാരക്ടർ എനിക്ക് വളരെ എനിക്ക് ടഫായിട്ട് ഉള്ള ക്യാരക്ടർ ടോബി പടത്തിന്റെ ക്യാരക്ടറാണ്. അതൊക്കെ ഡയലോഗ് പോലെ ഇല്ല, അതിപ്പോ എങ്ങനെ കൺവിൻസ് ചെയ്യണം അതൊരു ഇതായിരുന്നു. പക്ഷേ the character that freed me the most would be Garudagama Shiva. അത് എനിക്ക് I personally affected me so much that I envy him. I'm jealous of his freedom. ആള് ഒരു animal പോലെ he doesn't think about anything. He does what he loves and he enjoys what he does. Oh my God, it's good to be in that state, but non-violent. Yeah. ഒരേ സിനിമകൾ കഴിയും തോറും നമുക്ക് കൂടുതൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം കയറിക്കൊണ്ടിരിക്കുകയല്ലേ, കൂടുന്നില്ലേ? അത് ഏത് ലാംഗ്വേജിലാണെങ്കിൽ ലാംഗ്വേജ് അത് ഇപ്പോ ഫോർച്ചുനേറ്റ്ലി ഐ ആം എ ടെക്നീഷ്യൻ ആസ് വെൽ. ഇപ്പോൾ ഈ പടത്തേക്ക് വരുമ്പോൾ എനിക്ക് ഈ സെറ്റിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് ആക്ച്വലി മേക്സ് മീ എ ബെറ്റർ ഹ്യൂമൻ ബീങ് ആൻഡ് ബെറ്റർ ടെക്നീഷ്യൻ. I know how Vaishak directs, I know how Midun writes, I know everybody in the set, how does they work. This experience enakku venu because I'm a student of life and a student of cinema. I think that's the beauty of art. We learn so much and we are never full. We actually learn and empty it, and then again we meet somebody and learn, empty it. That's the process, I think. I learned a lot from Turbo.